വീരപ്പന്റെ പഴയൊരു ഇന്റർവ്യൂ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഈ ഇടയ്ക്ക് അത് വീണ്ടും ഒന്ന് കാണാനിടയായി. അതിൽ അദ്ദേഹം കേരളത്തിലെയും തമിഴ്നാട്ടിലെ ആളുകളുടെ രാഷ്ട്രീയ ബോധത്തെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തില് സിനിമാ താരങ്ങൾ വരുന്ന സർവ്വസാധാരണമാണെന്നും ജനങ്ങൾ സിനിമയിൽ കണ്ട അതേ ക്യാരക്ടർ എന്ന നിലയിലാണ് അവർ വോട്ട് ചെയ്യുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ എത്ര വലിയ നടനാണെങ്കിലും സ്ഥാനാർത്ഥിയായി നിന്നാൽ കിട്ടുവെച്ച കാശ് പോലും കിട്ടാതെ പൊട്ടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. രണ്ട് സംസ്ഥാനങ്ങളെയും രാഷ്ട്രീയ ബോധം അത്രത്തോളം വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. എനിക്ക് തോന്നുന്നു ആ ഇന്റർവ്യൂ കുറെ വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. പക്ഷെ തമിഴ്നാട്ടിൽ ഇപ്പോഴും സ്ഥിതി വ്യത്യാസപ്പെട്ടിട്ടില്ല. എംജിആറും ജയലളിതയും ഏറ്റവും ഒടുവിൽ വിജയിൽ വരെ തമിഴ്നാട് രാഷ്ട്രീയവും സിനിമയും തമ്മിൽ ഇങ്ങനെ ഇഴചേർന്ന് കിടക്കുകയാണ്. താരാരാധനയും രാഷ്ട്രീയ ബോധവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാത്തൊരു സമൂഹം ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് വിജയുടെ വിക്ടറി ഇപ്പൊ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിന് മുൻപരിചയം ഒന്നുമില്ലാതെയാണ് വിജയ് ഇങ്ങനെ ഒരു വിജയം ഉണ്ടാക്കിയെടുത്തത്. അത് സിനിമയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആരാധക പിൻബലം കൊണ്ട് മാത്രമാണെന്ന് പറയേണ്ടി വരും. വീരപ്പന്റെ അഭിപ്രായവുമായി ബന്ധപ്പെടുത്തി ഞാൻ ഇതിനെ പറഞ്ഞു തരാം. വിജയ് പോലെ താരപരിവേഷമുള്ള ഏതെങ്കിലും ഒരു നടൻ കേരളത്തിൽ മത്സരിച്ചാൽ ഒരിക്കലും മലയാളികൾ അവർക്ക് ആരാധനയുടെ പേരിൽ വോട്ട് ചെയ്യില്ല. പക്ഷെ തമിഴ്നാട്ടിൽ വിജയ്ക്ക് ലഭിച്ച ഈ വോട്ട് മൊത്തം ആരാധനയുടെ പേരിലാണ്, അല്ലാതെ അദ്ദേഹം രാഷ്ട്രീയമേ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. സോ ഇങ്ങനെ പറയുമ്പോൾ ഉറപ്പായും ഉയർന്നു വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം കമലഹാസനെ പറ്റിയായിരിക്കും. വിജയ്ക്ക് മുൻപേ തന്നെ കമലഹാസനാണല്ലോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചില്ല എന്നൊരു ചോദ്യം കൂടി വരാം. കമലഹാസനെ പോലൊരു നടൻ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അയാൾക്ക് ഒരു തിരിച്ചറിവുണ്ട്, താൻ വെറും ഒരു നടൻ മാത്രമാണെന്ന്. ആ വ്യത്യാസം ഞാൻ ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ അതുകൊണ്ടാണ് മക്കൾ നീതി മയ്യം പരാജയപ്പെട്ടത്. എന്നാൽ രജനീകാന്ത് ആയിരുന്നുവെങ്കിൽ, അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷെ തമിഴ്നാട് മുഴുവൻ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുമായിരുന്നു. കമലഹാസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് സെക്യുലർ ആയിട്ടുള്ള ആശയങ്ങളാണ്. പക്ഷെ അത് തമിഴ്നാട്ടിലെ ജനങ്ങളെ അത്ര കണ്ട് ആകർഷിച്ചിട്ടില്ല. ഈ പറഞ്ഞ രജനീകാന്തിനും വിജയ്ക്കും കമലഹാസനും ജനങ്ങൾക്കിടയിൽ വലിയ വ്യത്യാസമുണ്ട്. വിജയും രജനീകാന്തും അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം താരങ്ങളാണ്. പക്ഷെ കമലഹാസൻ അവർക്ക് വെറും ഒരു നടൻ മാത്രമാണ്. അത് ഇരുകൂട്ടരുടെയും സിനിമയും ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സും എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. വിജയ്ക്ക് ഇത്രയും സ്വാധീനം എങ്ങനെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ ഇതേ ഉത്തരത്തിലേക്കാണ് വീണ്ടും പോകാൻ സാധിക്കുക. ഈ താരപരിവേഷം കൊണ്ടാണ് രാഷ്ട്രീയമായ ഇത്ര വലിയൊരു നേട്ടം വിജയ് ഉണ്ടാക്കിയെടുത്തത്. ഈ താരപരിവേഷം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു ജനക്കൂട്ടത്തെ ഉണ്ടാക്കിയെടുത്തതും അധികാരത്തിലെത്തിയതും. പക്ഷെ ഈ ആൾക്കൂട്ടം എന്ന് പറയുന്നതല്ല ജനാധിപത്യം. താരാരാധനയെ രാഷ്ട്രീയമായി മുതലെടുക്കുക എന്ന് മാത്രമാണ് വിജയുടെ കാര്യത്തിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. ആളുകൾക്ക് സ്വന്തമായി ചിന്തിക്കാനും ശരിയും തെറ്റും തിരിച്ചറിയാനും കഴിയുമ്പോഴാണ് അവിടെ യഥാർത്ഥ ജനാധിപത്യം ഉണ്ടാകുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് സംവാദങ്ങളുടെ വേദിയാണ്. അവിടെ ഓരോ മനുഷ്യനും സ്വന്തം നിലയ്ക്ക് കാര്യങ്ങളെ വിലയിരുത്താനും അധികാരം തെറ്റ് ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യാനുമുള്ള അവകാശമുണ്ട്. പക്ഷെ താരങ്ങളുടെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. അവിടെ സംഭവിക്കുന്നത് ബുദ്ധിക്കും ബോധത്തിനും അപ്പുറം ആരാധനയാണ് ഉണ്ടാവുക. വൈകാരികമായ അല്ലെ വികാരത്തിന്റെ പുറത്താണ് നമ്മൾ അത്തരത്തിലൊരു തീരുമാനം എടുക്കുക. അവിടെ ആരാധകർ കൂടിച്ചേരുന്നത് ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് തങ്ങളുടെ പ്രിയപ്പെട്ട താരത്തെ തങ്ങളുടെ വികാരം കൊണ്ട് പൊതിഞ്ഞു പിടിക്കാൻ വേണ്ടിയാണ്. വിജയുടെ പല വേദികളിലും നമ്മളിത് കണ്ടതുമാണ്. സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ കണ്ട ആവേശം കൊള്ളുന്ന അതേ മാനസികാവസ്ഥയിലാണ് ഈ ആരാധകർ രാഷ്ട്രീയത്തിലേക്കും വരുന്നത്. അപ്പൊ അവിടെ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് അവരുടെ യുക്തിയല്ല, മറിച്ച് ആരാധനയാണ്. വികാരങ്ങൾ വെച്ചിട്ടാണ് അവർ അവരുടെ ചിന്തയെ കൺട്രോൾ ചെയ്യുക. സോ എന്താ സംഭവിക്കുക? താരം എന്ത് ചെയ്താലും അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ അവിടെ ഉണ്ടാവും. ഇത് ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയാണ്. കാരണം ജനാധിപത്യം നിലനിൽക്കുന്ന ചോദ്യങ്ങളുള്ളിടത്താണ്. ആരാധനയിൽ ചോദ്യങ്ങളില്ല, പകരം അന്ധമായ വിശ്വാസം മാത്രമേ ഉള്ളൂ. ജനാധിപത്യത്തിലെ ആളുകൾ സർക്കാരിനെ വിമർശിക്കും, തിരുത്തും. എന്നാൽ ഈ താരാരാധനയിൽ നിന്ന് ഉത്ഭവിക്കുന്ന രാഷ്ട്രീയത്തിൽ വിമർശകർക്ക് സ്ഥാനമില്ല. അവിടെ വിമർശനം എന്നത് താരത്തോടുള്ള ദ്രോഹമായിട്ടാണ് കണക്കാക്കപ്പെടുക. അങ്ങനെ വരുമ്പോൾ അധികാരത്തിലിരിക്കുന്ന താരം ഒരിക്കലും തിരുത്തപ്പെടില്ല. ഒരു രാജാവിനെ പോലെ അയാൾക്ക് തോന്നിയതുപോലെ ഭരിക്കാം. കാരണം അയാൾക്ക് ചുറ്റും ചോദ്യം ചെയ്യാത്ത, അന്ധമായി ആരാധിക്കുന്ന ഒരു കൂട്ടം അനുയായികൾ എപ്പോഴും കാവലുണ്ടാവും. ഇവിടെ നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. വിമർശനം ഏറ്റുവാങ്ങാൻ കഴിയാതെ രാജാവിനെ പോലെ ഭരിച്ച ഒരാളെ ജനങ്ങൾ തന്നെ ഇറക്കി വിട്ടത്. ഇനി വിജയ് തമിഴ്നാട്ടിൽ തുടരില്ല എന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വന്നതും തമിഴ്നാട്ടിൽ ടിവിക്ക് അധികാരത്തിൽ വന്നതും ഒരേ പാറ്റേണിലാണ്. രണ്ട് പാർട്ടികൾക്കും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചെങ്കിലും ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഭൂരിപക്ഷം നയിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു അവര്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി പിന്നെ നിലംപരിശായതും ഒക്കെ നമ്മൾ കണ്ടു. വെറും 10 വർഷം കൊണ്ടാണ് ആം ആദ്മി എന്ന പാർട്ടിക്ക് അസ്തിത്വം ഇല്ലാതായത്. ഡൽഹിയിൽ ആം ആദ്മി നിലവിൽ വന്നപ്പോൾ അവർക്ക് പ്രധാനമായും കോൺഗ്രസിനെ തകർക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. കോൺഗ്രസ് ദുർബലമായപ്പോൾ ആ വിടവിലേക്ക് BJP ഇടിച്ചു കയറുകയായിരുന്നു. ഇനി തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ അവിടെ ദശാബ്ദങ്ങളായി DMKയും AADMKയും തമ്മിലുള്ള രാഷ്ട്രീയമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ ഈ രണ്ട് മുന്നണികൾക്കുമെതിരെ വലിയ ജനവിരുദ്ധ വികാരം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പുറത്ത് ആളുകൾ ഒരു ബദൽ തേടി നടന്നപ്പോഴാണ് വിജയ് പാർട്ടിയുമായി എത്തിയത്. പക്ഷെ ഭരിക്കാൻ കെൽപ്പുള്ള ഒരു പാർട്ടിയെ TVK മാറാൻ പറ്റുന്നില്ലെങ്കിൽ ഡൽഹിയിൽ ഉണ്ടായത് തന്നെ തമിഴ്നാട്ടിലും സംഭവിക്കും. തമിഴ്നാട്ടിൽ ഭൂരിപക്ഷം ലഭിക്കാത്തത് കൊണ്ട് തന്നെ
വിജയുടെ സർക്കാർ അസ്ഥിരമാണെന്ന് പറയേണ്ടി വരും. ഭരണം നടത്തുന്നതിൽ പരാജയപ്പെടുന്ന ഒരു പാർട്ടിയെ ജനം വേഗത്തിൽ വെറുക്കും. ആ ഒരു സാഹചര്യം മുതലെടുത്ത് ഞങ്ങളാണ് യഥാർത്ഥ ഭരണകൂട ബദൽ എന്ന് പറഞ്ഞ BJPക്ക് തമിഴ്നാട്ടിൽ വലിയ പ്രചാരണം നടത്താൻ സാധിക്കും. വിജയുടെ ഈ രാഷ്ട്രീയ യാത്ര കേവലം ഒരു താരത്തിന്റെ സ്വപ്നമായി മാത്രം ഒതുങ്ങി പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭാവിയെ കുറിച്ച് വലിയ ആശങ്കയുണ്ട്. കാരണം താരപ്രഭാതന തലക്കത്തിൽ ഭരണകൂടം പടുത്തുയർത്താൻ നോക്കുമ്പോൾ മറന്നു പോകുന്ന ഒരു സത്യമുണ്ട്. ഈ സിനിമയിലെ ക്ലൈമാക്സിൽ ഹീറോ വില്ലനെ തോൽപ്പിച്ച് ജയിച്ചേറുന്ന പോലെ അല്ല യഥാർത്ഥ രാഷ്ട്രീയം. അവിടെ ജനങ്ങൾ തോറ്റുപോയാൽ ജയിക്കാൻ ആരും ഇല്ലാതെ വരും. താരാരാധനയുടെ ലഹരിയിൽ മയങ്ങുന്ന ജനങ്ങള് തങ്ങൾ എന്തിനെയാണോ കെട്ടിപ്പൊക്കിയത് അത് തങ്ങളുടെ തന്നെ കഴുത്തിൽ കുരുക്കായി മാറുമ്പോൾ മാത്രമേ സത്യം തിരിച്ചറിയൂ. അത് തിരിച്ചറിയാൻ താമസിച്ചാൽ നഷ്ടം ആ ജനതയ്ക്കാണ്. അതുകൊണ്ട് ഈ താരപ്രഭാവത്തിന് പുറകെ രാഷ്ട്രീയം നമ്മൾ കൃത്യമായി തുറന്നു പറയേണ്ടതുണ്ട്. കാരണം ജനാധിപത്യം എന്നത് ആർപ്പുവിളികളുടെ ആരവമല്ല, മറിച്ച് ഓരോ പൗരന്റെയും നിലപാടുകളുടെയും ബോധത്തിന്റെയും ഉറച്ച ശബ്ദമാണ്. ആ ശബ്ദം താരങ്ങൾക്ക് കീഴടങ്ങുമ്പോൾ അവിടെ മരിക്കുന്നത് ജനാധിപത്യം തന്നെയാണ്. ഓർക്കൊക്കെ താരങ്ങളെ ആരാധിക്കാൻ സിനിമയുണ്ട്, പക്ഷെ നാട് ഭരിക്കാൻ വേണ്ടുന്നത് ചിന്തിക്കുന്ന പൗരന്മാരെയാണ്.